യമനിലെ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് അഡ്രസ്സുള്ള ഇസ്ലാമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സർട്ടിഫിക്കറ്റ് കൊടുത്ത ഈമാനാണ് യമനിലുള്ളത്. അൽ ഈമാനു യമാനുൻ വൽ ഹിക്മത്തു യമാനിയ. ഈമാനിന്റെ ഈറ്റില്ലവും പോറ്റില്ലവും, വിജ്ഞാനത്തിന്റെ ഈറ്റില്ലവും പോറ്റില്ലവും അത് യമനാണ്. നജ്ദിൽ നിന്ന് വബിഹാ യദ്ഹറു ഖർനു ശൈത്താൻ, നജ്ദിൽ നിന്ന് ശൈത്താന്റെ കൊമ്പ് പ്രത്യക്ഷപ്പെടും. അഥവാ അവിടെ നിന്നാണ് ഈ പറയുന്ന വിഘടനവാദവും ഇസ്ലാമിലുള്ള പുത്തനാശയങ്ങളും കടന്നു വരിക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുന്നറിയിപ്പ് തന്നതാണ്. അപ്പൊ ഈ പറയുന്ന നമ്മളിന്ന് അനുസ്മരിക്കുന്ന രണ്ടു മഹാന്മാരും വന്നത്, അതുപോലെ തന്നെ മമ്പറും തങ്ങളും അങ്ങനെ തുടങ്ങി അവരൊക്കെ ഇവിടേക്ക് കടന്നു വന്നത് യമനിൽ നിന്നാണ്, തെരീമിൽ നിന്നാണ്. അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു അവിടുന്ന് ഹിജ്റ 1044 ജനിക്കുകയും 1132 വഫാത്താവുകയും ചെയ്ത് 88ഓളം വർഷം ദീനിന്റെ സേവന രംഗത്ത് സജീവമായി പ്രവർത്തിച്ച മഹാനാണ്. അവിടുന്ന് ഇന്നും അവിടുത്തെ മഖാമുള്ളത് യമനിൽ തന്നെയാണ്. ആ മഹാനവറുകളെ ഹദ്ദാദ് ഉണ്ടാക്കാനുള്ള കാരണം ഉസ്താദ് വിവരിച്ചു. ഒരുപാട് പ്രശ്നങ്ങൾ, ഷിയാക്കളുടെ പ്രശ്നങ്ങൾ, ഷിയാക്കൾ ഈ ദീനിനെ വിഘടമായി അവതരിപ്പിച്ചപ്പോൾ അല്ലെങ്കിൽ വികലമാക്കാൻ ശ്രമിച്ചപ്പോൾ അവരുടെ ശർറിൽ നിന്ന് രക്ഷ കിട്ടാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. ആ ഒരു ഹദ്ദാദ് ഇന്ന് ഈ കേരളത്തിലെ നമ്മുടെ കൊച്ചു നാടുകളിൽ വരെ ആ പള്ളികളിൽ ഹദ്ദാദ് റാത്തീബ് നടക്കുന്നു എന്ന് പറഞ്ഞാൽ ആ ഒരൊറ്റ കാര്യം മതി മഹാനായ ഹദ്ദാദ് റളിയല്ലാഹു അൻഹുവിന് അല്ലാഹു കൊടുത്ത തൗഫീഖ് മനസ്സിലാക്കാൻ. ആ ഹദ്ദാദ് മാത്രം മതി. ഏത് ചെറിയ ഓലമേഞ്ഞ പള്ളിയിൽ പോലും പഴയ കാലത്ത് നമ്മൾ ചൊല്ലിയിരുന്ന റാത്തീബാണ്. എത്ര റാത്തീബുകൾ വേറെ ഉണ്ട്, എന്നാൽ ഒരു ദിവസവും മുടങ്ങാതെ കേരളത്തിലെ എല്ലാ പള്ളികളിലും ചൊല്ലുന്ന ഏക റാത്തീബ് അത് ഹദ്ദാദ് റാത്തീബ് മാത്രമാണ്. അതിലുള്ള ദിക്റുകൾ എന്ന് പറഞ്ഞാൽ ഒക്കെ 17 ദിക്റുകളും മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ നിന്ന് എടുത്തതാണ്. അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങൾ എന്ന് പറഞ്ഞാൽ വലിയ കവിയാണ്, വലിയ ഫഖീഹാണ്, ആരിഫാണ്, ആബിദാണ്, എല്ലാമാണ്. അതിനപ്പുറത്ത് റജുലുൻ ഖാനൂനുൻ, അഭിഭാഷകനാണ്, അഡ്വക്കേറ്റാണ്. ഇസ്ലാമിക മതനിയമങ്ങൾ കോടതികളിൽ വാദിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന വലിയ പണ്ഡിതനാണ്. ആ പണ്ഡിതൻ ഹദീസുകളും അതുപോലെ തന്നെ ഖുർആനിന്റെയും അടിസ്ഥാനത്തിൽ നമുക്ക് നൽകിയ വലിയ റാത്തീബാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സവിധത്തിൽ വന്ന് സ്വഹാബത്ത് ചോദിക്കുകയാണ്, ഓരോ വിഷയങ്ങൾക്കുള്ള പരിഹാരങ്ങൾ ചോദിക്കുകയാണ്. നബിയെ പട്ടിണിയാണ്, ആ പട്ടിണിയിൽ ക്ഷമിക്കാനുള്ള ഈമാൻ ഉണ്ടാവണം. വയറ് നിറക്കാൻ വേണ്ടി സ്വഹാബത്തൊന്നും ചോദിക്കൂല, മറിച്ച് പട്ടിണിയാണ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ആ പട്ടിണിയിൽ ക്ഷമിക്കാനുള്ള ഈമാൻ കിട്ടണം നബിയെ എന്നുള്ളതാണ്. അപ്പൊ ആ ഈമാൻ വർദ്ധിക്കാൻ, ഹുസ്നുൽ ഖാത്തിമ ലഭിക്കാൻ ഉള്ള ദിക്ർ മുത്തുനബി പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതുപോലെ തന്നെ വീട്ടിലും പരിസരത്തിലും പള്ളിയിലേക്ക് വരുന്ന ഭാഗത്തൊക്കെ വന്യജീവികളുടെ അക്രമമാണ് നബിയെ എന്ന് പറയുമ്പോൾ സ്വഹാബത്തിന് മുത്തുനബി ദിക്ർ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതുപോലെ തന്നെ കടം പെരുകിയിട്ടുണ്ട് നബിയെ, അതൊന്നും എന്തെങ്കിലും ആയി കിട്ടണം, സമാധാനം വേണം എന്ന് പറയുമ്പോ അതിനാവശ്യമായ ദിക്ർ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ഓരോ വ്യത്യസ്തമായ അവസ്ഥകളിലും ഓരോ സ്വഹാബത്തിനും മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത ദിക്റിനെ ഹദീസിൽ നോക്കി അതിനെ ക്രോഡീകരിച്ചെടുത്ത 17 ദിക്റുകളാണ്. നോക്കൂ നിങ്ങൾ, അവിടുന്ന് നമുക്ക് വേണ്ടി നടത്തിയ അധ്വാനം എത്രയാണ്. നമുക്ക് ആ ഹദീസുകളൊക്കെ പരിധിയെടുത്ത് ആ ദിക്ർ ജീവിതത്തിൽ ദായിമാക്കാൻ വലിയ പ്രയാസമാണ്. എന്നാൽ അവിടുന്ന് ആ ദൗത്യം നിർവഹിച്ച് ഇന്ന് ലോകത്തിന്റെ വ്യത്യസ്തമായ ഭാഗങ്ങളിൽ ആ ഹദ്ദാദ് റാത്തീബ് ആളുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കുടുംബം എന്ന് പറഞ്ഞാൽ വലിയ കുടുംബമാണ്. ബസ്രയിൽ നിന്ന് ഹിജ്റ 319 ഈ പറയുന്ന യമനിലേക്ക് വന്ന അഹ്മദുൽ മുഹാജിർ എന്ന് പറയുന്ന സാദാത്തുക്കളിൽ പ്രമുഖരായ ആളുടെ പരമ്പരയിൽപ്പെട്ടവരാണ്. അവിടുന്ന് അങ്ങോട്ട് പിന്നെ ആ ബാലവി സാദാത്തുക്കളിൽ നിന്ന് പിരിഞ്ഞു വന്ന മറ്റൊരു കബീലയാണ് നമ്മൾ അനുസ്മരിക്കുന്ന ഷെയ്ഖ് ജിഫ്രി തങ്ങളുടെ ജിഫ്രി കബീല എന്ന് പറയുന്നത്. രണ്ടും ബാലവി തന്നെയാണ്. ഒന്ന് അബൂബക്കർ, സയ്യിദ് അബൂബക്കർ ജിഫ്രി റളിയല്ലാഹു അൻഹു അവിടുത്തെ പരമ്പരയിലേക്ക് എത്തിയപ്പോ പിന്നെ അബൂബക്കർ ജിഫ്രി തങ്ങളുടെ മക്കൾ അവിടുന്ന് അങ്ങോട്ട് ജിഫ്രി സാദാത്തുക്കൾ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയതാണ്. ചുരുക്കി പറഞ്ഞാൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു വഫാത്തായി 6 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഷെയ്ഖ് ജിഫ്രി അഥവാ കുറ്റിച്ചിറയിൽ മറവിട്ട് കിടക്കുന്ന ഷെയ്ഖ് ജിഫ്രി റളിയല്ലാഹു അൻഹു ജനിക്കുന്നത്. നേരിട്ട് കണ്ടിട്ടില്ല. എന്നാൽ ഷെയ്ഖ് ജിഫ്രി റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ ഹസൻ ബിൻ ഹദ്ദാദ് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനാണ്. അഥവാ ഹദ്ദാദ് ഉണ്ടാക്കിയ സയ്യിദിന്റെ മകൻ ഹസൻ ബിൻ ഹദ്ദാദ് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനാണ് ഷെയ്ഖ് ജിഫ്രി റളിയല്ലാഹു അൻഹു. ആ ഷെയ്ഖ് ജിഫ്രി റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം പഠിച്ചാൽ അത് വിദ്യാർത്ഥികൾക്കൊക്കെ വലിയ പാഠമാണ്.
യാതൊരു മടിയോ ഒരു ഉന്മേഷക്കുറവോ ഒന്നുമില്ലാതെ ആവേശത്തോടെ നാടുനീളെ യാത്ര ചെയ്യുകയും അറിവ് പഠിക്കുകയും അത് മറ്റുള്ളവർക്ക് വേണ്ടി പഠിപ്പിച്ചു കൊടുക്കാനുള്ള ആവേശത്തോടുകൂടെ എത്തിയതാണ് മലബാറിൽ. ആ വലിയ മഹാമനീഷി ചെറിയ പ്രായത്തിൽ തന്നെ ഉപ്പ വിട പറഞ്ഞതാണ്. ഷേഖ് ജിഫ്രി റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പ ചെറിയ പ്രായത്തിൽ തന്നെ വിട പറഞ്ഞതാണ്. പിന്നീട് ജ്യേഷ്ഠനാണ് പോറ്റി വളർത്തുന്നതും അത് വിദ്യാഭ്യാസം കൊടുക്കുന്നതും ഒക്കെ ജ്യേഷ്ഠനാണ്. സയ്യിദ് അബ്ദുറഹ്മാൻ ജിഫ്രി എന്ന് പറയുന്ന ജ്യേഷ്ഠ സഹോദരനാണ്. അങ്ങനെ 9ാമത്തെ വയസ്സിൽ തുടങ്ങി 20ാമത്തെ വയസ്സുവരെ പല നാടുകളും സഞ്ചരിച്ച് അറിവ് കരസ്ഥമാക്കുകയാണ്. അവിടുന്നും ഇതുകൊണ്ട് പറഞ്ഞതുപോലെ വലിയ ഫഖീഹാണ്, വലിയ കവിയാണ്. അങ്ങനെ തുടങ്ങി എല്ലാ മേഖലയിലും കഴിവുള്ള വലിയ പണ്ഡിതനാണ്. തന്റെ വിട പറഞ്ഞു പോയ ഉസ്താദുമാരുടെ അനുശോചന കാവ്യങ്ങൾ ഒരുപാട് എഴുതിയത് ഇന്നും അതിന്റെ PDF-കളും കിതാബുകളും ഒക്കെ നമുക്ക് ലഭിക്കുന്നതാണ്. അങ്ങനെയുള്ള വലിയ പണ്ഡിതൻ 20 വയസ്സായപ്പോ ഒരു കച്ചവട സംഘത്തിന്റെ കൂടെ ഇന്ത്യയിലേക്ക് വന്നതാണ്. അങ്ങനെ കൊയിലാണ്ടിയിൽ, തങ്ങളുടെ നാടാണ് കൊയിലാണ്ടിയിലെ പന്തലായനി എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ കപ്പലിറങ്ങി. അങ്ങനെ കപ്പലിറങ്ങിയിട്ടുണ്ട് ഒരു യമനി പണ്ഡിതൻ എന്നറിഞ്ഞപ്പോ കോഴിക്കോട്ടെ ഖാദിയും അതുപോലെ തന്നെ കോഴിക്കോട്ടെ വലിയ പ്രമാണിമാരും അദ്ദേഹത്തെ കോഴിക്കോട്ടേക്ക് കൊണ്ടുപോവാൻ. അങ്ങനെ കോഴിക്കോട്ടേക്ക് ആനയിച്ചു കൊണ്ടുപോയി. അവിടെ അന്നത്തെ മാലവിക്രമൻ എന്ന് പറയുന്ന സാമൂതിരി അദ്ദേഹത്തിന്റെ അടുത്തേക്കാണ് ആനയിച്ചു കൊണ്ടുപോകുന്നത്. അങ്ങനെ മുസ്ലിങ്ങളൊക്കെ ഇത്രത്തോളം നിലയും വിലയും കൽപ്പിക്കുന്ന ഒരു സയ്യിദാണ് എന്നറിഞ്ഞപ്പോ എന്നാ പിന്നെ ഇനി നാട്ടിലേക്ക് തിരിച്ചു പോണോ, ഇവിടെ തന്നെ താമസിച്ചൂടെ, ഇവിടെയുള്ള മുസ്ലിങ്ങൾക്ക് ആധ്യാത്മിക പാഠങ്ങൾ പകർന്നു കൊടുത്ത് ഇവിടെ തന്നെ താമസിച്ചൂടെ എന്ന് ചോദിക്കുമ്പോ അദ്ദേഹം പറയാണ്, ഷെയ്ഖ് ജിഫ്രി തങ്ങൾ പറയാണ്, എനിക്ക് അന്ത്യവിശ്രമം നയിക്കാൻ, എനിക്ക് അന്ത്യവിശ്രമം കൊള്ളാൻ പറ്റുന്ന ഒരു സ്ഥലം എനിക്കിവിടെ നിങ്ങൾ സ്വന്തമായി തരികയാണെങ്കിൽ ഞാൻ ഇവിടെ തന്നെ നിൽക്കാം എന്ന് പറയുമ്പോ അത് പറയേണ്ട താമസം ഇന്ന് കുറ്റിച്ചിറയിൽ ജിഫ്രി ഹൗസ് നിൽക്കുന്ന ആ സ്ഥലവും അതിന്റെ പരിസരത്തുള്ള പ്രദേശങ്ങളും അതുപോലെ തന്നെ കല്ലായി പ്രദേശത്ത് വലിയൊരു തെങ്ങിൻ തോപ്പ് ഉപജീവന മാർഗത്തിനും വേണ്ടി നൽകി സാമൂതിരി അദ്ദേഹത്തെ ആദരിക്കുകയാണ്. പഴയകാല ചരിത്രങ്ങളിൽ കാണാം, സാമൂതിരിയുടെ കോവിലകത്ത് നിന്ന് നോക്കിയാൽ പഴയകാലത്ത് ജിഫ്രി ഹൗസ് നേരെ പ്രത്യക്ഷമായി കാണാമായിരുന്നു. അത്രയും അവർ സാമൂതിരി എന്ന് പറയുന്ന അന്നത്തെ രാജാവ് മഹാനായ സയ്യിദ് ഷെയ്ഖ് ജിഫ്രി തങ്ങൾക്ക് സൗകര്യം ചെയ്തു കൊടുക്കുകയാണ്.